അഭിമാനവും സന്തോഷവും ഒക്കെ തോന്നുന്നു. എന്താ പറയണ്ടേന്ന് കിട്ടണില്ല. കോമഡി എല്ലാം ഉണ്ട്. വണ്ണും പൊളിയാണ് ചൂവും പൊളിയാണ്. അടിപൊളിയായിട്ടുണ്ട്. സെറ്റ് പക്ക എന്റർടൈൻമെന്റ്. ആശിർ പൊളി. ഒന്നും പറയല്ലേ, പൊളിപ്പടം. കിടില മൂവി ക്ലൈമാക്സ് ഒക്കെ കിട്ടില്ല ക്ലൈമാക്സ് മൂവിയാ പൊളിയാണ്. സൂപ്പറാ. പൊളിയാ പൊളിപ്പടം. നല്ല പടം. ആശിർ പിള്ളേർ പൊളിച്ചിട്ടുണ്ട്. നല്ല നല്ല പടം കണ്ടു. ക്ലൈമാക്സ് പൊളിച്ചു. നല്ല സിനിമ. എന്തോ സോറി പിന്നെ എന്തുകൊണ്ടാണ് എക്സ്പെക്ടേഷൻ അടിപൊളി. നമ്മൾ ഇമോഷണലി കണക്ട് ആയിരിക്കുന്ന ടൈമില് പെട്ടെന്ന് ഷിഫ്റ്റ് ആയിരുന്നു. നല്ലൊരു ഷിഫ്റ്റ് ആയിരുന്നു. എല്ലാരും കൂടെയുള്ള വാഴ വണ്ണെന്നും ഒക്കെ നല്ലോണം എല്ലാരും നോക്കി. ഹാഷിർ പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. ഒന്നിനൊന്ന് വെച്ചാണ്. സെയിം ഒപ്പീനിയൻ തന്നെ. നല്ല ഫിലിമായിരുന്നു. എല്ലാവരും നല്ലോണം ആക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് 1 or 2 പറയാൻ പറ്റില്ല. രണ്ടും ഈക്വലി ഇമോഷണൽ മൂവിയാണ്. പിന്നെ കുറച്ചുകൂടെ റിയാലിറ്റിയാണ്, ലൈഫ് റിലേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് പഠിത്തത്തിൻ്റെ ഇമ്പോർട്ടൻസും സിബ്ലിങ്സിൻ്റെയും ഫാമിലിയുടെയും എല്ലാത്തിനെയും കൂടെ ഒരു ബോണ്ട് മിക്സ് ആക്കിയ ഒരു ഫിലിം തന്നെയാണ്. എല്ലാവരും കൂടി റിലേറ്റബിൾ ആയിട്ടുള്ള മൂവിയാണ്. പിന്നെ ക്ലൈമാക്സ് നല്ല അടിപൊളിയായിരുന്നു. എല്ലാവരും കൂടി വന്നപ്പോൾ ക്ലൈമാക്സ് അടിപൊളിയായിരുന്നു. പിന്നെ അൽഫോൻസ് പുത്രൻ്റെ എല്ലാം നല്ല അടിപൊളി ഡയലോഗ് എല്ലാം കുറേ റിലേറ്റബിൾ ആയിരുന്നു. എല്ലാം കൂടി നല്ലായിരുന്നു. തിയേറ്റർ മസ്റ്റ് വാച്ചാണ്. ആ തിയേറ്റർ വൈബും എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഇടക്കുള്ള കൂവലും അങ്ങനെയൊക്കെ എല്ലാം അടിപൊളിയായിരുന്നു. ഫാമിലിക്ക് പറ്റിയ മൂവിയാണ്. സൂപ്പർ പടം. നല്ല അടിപൊളി പടം. നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ളത്, സെന്റിമെന്റ്സ് ഉണ്ട്, നല്ല ആക്ഷൻ ഉണ്ട്. അതിൽ നല്ലൊരു ചിത്രമാണ്. നമ്മൾ വാഴ ഫസ്റ്റ് എന്നെ പോലെ സെക്കൻഡ് പ്രതീക്ഷിച്ച് നല്ല BGM ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അതിൽ ബിപിൻ ദാസ് പുള്ളിയുടെ റൈറ്ററിൽ ചെയ്ത ഡയറക്ടറുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. നല്ല ഡയറക്ഷൻ. നല്ലതാണ്. പുതിയ ആൾക്കാരാണെങ്കിലും നന്നായിട്ടുണ്ട്. കൊള്ളാം. നല്ല അഭിനയം. ചിരിക്കാനുണ്ട്, കുറെ ചിരിക്കാനുണ്ട്. ഇന്റർവെൽ ശരിക്കും ചിരിക്കാനുണ്ട്. രണ്ടും അടിപൊളിയാ. ഭയങ്കര പൊളി. ഒരു എക്സ്ട്രാ ഇല്ലാത്ത പടമായിരുന്നു. അടിപൊളിയാ പടം. അടിപൊളിയാ സീൻ പടം. ഭയങ്കര ഇമോഷണൽ റോളർ കോസ്റ്റർ ആൻഡ് ആക്ഷൻ ഫൺ. പൊളി. അടിപൊളി പടം. കിടിലൻ പടം. കംപ്ലീറ്റ് പാക്കേജ് പോയി കാണും. വിഷയം പടം. നല്ല സിനിമയാണ്. സൂപ്പർ. ഈ കളത്തിനിടയ്ക്ക് ഒന്നും പറയാൻ കേൾക്കുമെന്ന് അറിയില്ല. എങ്കിലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല അനുഭവമായിരുന്നു. നല്ല സിനിമയാണ്. നല്ല സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിനുള്ള വലിയ സന്തോഷം എനിക്കുണ്ട്. അത് മാത്രമേ ഇപ്പോൾ ഈ സമയത്തിൽ പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു. നിങ്ങൾ പോയി കണ്ടില്ല? ആരും കണ്ടിട്ടില്ലല്ലോ.
നല്ല ഇമോഷണൽ എല്ലാം ഉണ്ട് പെർഫെക്റ്റ് പടം. വാഴ 1 കഴിഞ്ഞിട്ട് 2 എത്ര പ്രതീക്ഷിക്കണമല്ലോ അത് കിട്ടുന്നുണ്ട്. വേറെ എക്സ്പെക്ടേഷൻ വയ്ക്കുന്നില്ല, പോയി കാണാം എല്ലാവരും. കണ്ടില്ല നിങ്ങൾ? അടിപൊളി. ഐ മീൻ ഓവറോൾ പാക്കേജ് ഫാന്റാസ്റ്റിക് പെർഫോമൻസ്, ഫാന്റാസ്റ്റിക് ഡയറക്ഷൻ, നല്ല മെസ്സേജസ്, എല്ലാം കൂടെ ഒരു ഓവറോൾ എന്റർടൈൻമെന്റ് പാക്കേജ് ആണ്. ഐ ലവ് ഇറ്റ്. മറക്കരുത്. അല്ല, അത് വിപിൻ പിന്നെ ഞങ്ങളുടെ ഫാമിലിയാണ്. മുദ്ദവും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പൊ വിപിൻ ഒരു ക്യാരക്ടറെ ഏൽപ്പിക്കുമ്പോൾ അത് എന്തായാലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പറയുന്നത് കഥയൊന്നും ആരും കേട്ടില്ലായിരുന്നു, നേരെ പോയി ചെയ്യാനുണ്ടായത് ആടിന്റെ ഇടയിലായിരുന്നു. അതുകൊണ്ട് ഐ ഹോപ്പ് എവരി വൺ ലൈക്ക് ഇറ്റ്. താങ്ക് യു. കിടിലാണ്. അവസാനം വരെ ചിരിച്ചിരിക്കാം. ഇത് 1ഉം 2 ആയിട്ട് കുഴപ്പമില്ല. 2 1 വെച്ചാ ഇത് അതിനൊക്കെ സൂപ്പറാ. നല്ല എക്സ്പീരിയൻസ്. ഇതിലെ സജിൻ്റെ അജിൻ്റെ അമ്മയായിട്ടാണ് ഞാനുള്ളത്. മൊത്ത സിനിമ സൂപ്പർ. അതെല്ലാം ഭേദമായിട്ട് അടിച്ചു. അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ തിയേറ്ററിൽ പോയിട്ട് കാണണം. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അടിച്ചുപൊളിയുണ്ട്, ഇമോഷണൽസ് ഉണ്ട്, എല്ലാം ഉണ്ട് ഇതിൽ. നിങ്ങൾക്ക് എന്താ പറയുക, ഇത്ര സമയം പോയത് അറിഞ്ഞില്ല. അത്ര നന്നായിട്ടാണ് അതിൻ്റെ മേക്കിങ്ങും പെർഫെക്റ്റ് കാസ്റ്റിങ്ങും എല്ലാം. ഞാൻ കാണാമെന്ന് ഫസ്റ്റ് ഡേ ഒക്കെ കാണാമെന്നൊക്കെ പറഞ്ഞു. അത് വേറെ തിയേറ്ററിൽ ഉണ്ടാവും. ബിക്കോസ് ഞാൻ പറഞ്ഞ് വനിതാ വിദ്യയിലാണ് ഷൂട്ട് ചെയ്തത്. താങ്ക് യു സോ മച്ച്. ചേട്ടന്മാര് സ്ക്രീനില് കണ്ടില്ല. കണ്ട്, പക്ഷെ എന്നെ കാണാത്ത ഇച്ചിരി പേടിച്ചു. ഇല്ല, കണ്ടില്ല, പക്ഷെ ഒരു ഫോട്ടോ എടുത്തു ആശയത്തിനുള്ള. പടം സെറ്റായിരുന്നു. കോമഡിയൊക്കെ ഉണ്ട്. ഇമോഷൻസ് ഒക്കെ വന്നിട്ട് കൂടുതലും ഞങ്ങളുടെ കാലഘട്ടത്തിൽ വീട്ടിലെ ആൾക്കാരില്ലാണ്ടാവുന്ന സിനിമ കാണാനുള്ള പ്ലാനും ഇങ്ങനെ ഗെറ്റ് ടുഗദേഴ്സ് ഒക്കെ പ്ലാൻ ചെയ്തു. അങ്ങനെ കുറേ ഫസ്റ്റ് ഹാഫ് ഫുൾ നമുക്ക് നമ്മുടെ ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ആയിട്ട് ഫീൽ ചെയ്യും. അതെനിക്ക് ഇപ്പോഴത്തെ പിള്ളേർക്ക് അത് എത്രമാത്രം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അറിയില്ല, കണക്ട് ചെയ്യാൻ പറ്റുന്ന അറിയില്ല. ഞങ്ങൾക്ക് അടിപൊളിയായിരുന്നു. ഞാനേടോ ഒന്നുമില്ല. ബ്രദർ എല്ലാ സ്റ്റേജിലും ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ സോ അങ്ങനെ പ്രത്യേകം പറയാനൊന്നുമില്ല. എനിക്കൊരു സിസ്റ്റർ ഉണ്ട്, ട്വിൻ ബ്രദർ ഉണ്ട്. സോ എല്ലാ സ്റ്റേജുകളും ഉണ്ട് സിനിമയിൽ. അങ്ങനെ 1 2 ആയിട്ട് ഭയങ്കര വ്യത്യാസമുണ്ട്. പക്ഷെ 1നെക്കാളും മികച്ചതാണ് 2 എന്ന് എനിക്ക് പറയാനുള്ളത്. സിനിമ മാക്സിമം ബെറ്റർ ആയിട്ട് വരുന്നത്. എന്തായാലും എല്ലാവരും കാണുക, അഭിപ്രായം പറയുക. ഇതിൽ വന്നിട്ടുണ്ട്, വരും. അത് സ്ക്രീനിൽ വരും, ഉടനെ വരും. എല്ലാ പാട്ടുകളും ഇതിലുള്ളത് അടിപൊളിയാണ്. എല്ലാവരും കാണാം. അല്ലാണ്ട് എല്ലാ പാട്ടും ഫേമസ് ആണ്, എല്ലാ അടിപൊളിയാണ്.